പാലക്കാട് ഇപ്പോൾ ബി.ജെ.പി പരാജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്ന നഗരസഭയിലെല്ലാം വലിയ തകർച്ചയുണ്ടായി. അവിടെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ മുന്നേറുന്ന സാഹചര്യമുണ്ടായി. പാലക്കാടിലെ ഈ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറിയത്. ഇപ്പോൾ അത് എന്തായാലും ബി.ജെ.പിക്കല്ലേ തിരിച്ചടി ഉണ്ടാക്കിയത്. ബി.ജെ.പിയുടെ എല്ലാ സന്നാഹങ്ങളുമായി അവിടെ എത്തി പ്രചരണം നടത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ തിരിച്ചടി ഉണ്ടായത്? തീർച്ചയായും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിജയം ഉണ്ടായില്ല. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ സ്ഥാനാർത്ഥി ക്ലിക്കാകുക എന്ന് പറയും. സ്ഥാനാർത്ഥി ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല. അങ്ങനെ ക്ലിക്കായ ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയാകുന്നതിന്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സജീവമായി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മികവ് കാട്ടി എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ 5000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം ആയിട്ടുണ്ട്. 5000 വോട്ടായിട്ടുണ്ട്. 5000 വോട്ട് ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ മത്സരം നടന്ന ഒരിടത്ത് 5000 വോട്ടിന് ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം വിജയം ഉറപ്പിച്ചു എന്ന് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നഗരപരിധി ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രം ബി.ജെ.പിയെ കൈവിട്ടിരിക്കുന്നു. അത് വലിയ ഞെട്ടലാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. ആ നഗരമേഖല കൈവിട്ടതോടുകൂടി ബി.ജെ.പിയെ സംബന്ധിച്ച് പിന്നെ വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കൃഷ്ണകുമാറിന് വിജയിക്കണമെങ്കിൽ നഗരമേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള ഭൂരിപക്ഷം കിട്ടണം. ആ ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് ഇപ്പുറത്ത് UDF ലീഡ് ചെയ്യുന്നതിനെ മറികടക്കാൻ സാധിക്കുക. എന്തായാലും ഇവിടെ കൃഷ്ണകുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയത്തിലേക്ക് അടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ വരുമ്പോൾ അത് കൃഷ്ണകുമാറിനും മറുപടി പറയേണ്ടി വരുന്ന തരത്തിലേക്ക് വരും. അവിടുത്തെ പാർട്ടി സംവിധാനം ഏത് തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. വലിയ ആരോപണം നേരത്തെ മുതലെയുള്ളത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും മാത്രമാണ് പാലക്കാട് പാർട്ടി എന്ന് പറയും ബി.ജെ.പി എന്ന് പറയുന്നത് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിന് കൃഷ്ണകുമാർ ഇപ്പോൾ മറുപടി പറയേണ്ടി വരും. കൃഷ്ണകുമാറിന് പകരം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ എന്ന് ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ചിത്രം മാറിയേനെ, ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിച്ചേനെ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. ശോഭാ സുരേന്ദ്രനെയോ കെ സുരേന്ദ്രനെയോ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത്. ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളാണ് സ്ഥാനാർത്ഥിയാക്കുക. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തുകൊണ്ട് നഗരമേഖലയിൽ ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞു, പ്രതീക്ഷിച്ച വോട്ട് കുറഞ്ഞു? അവരുടെ തന്നെ കണക്ക് പ്രകാരം വലിയ പോളിംഗ് ആണ് അവിടെ നടന്നത്. നഗരമേഖലയിൽ 5% പോളിംഗ് പാലക്കാട് നടന്നിട്ടുണ്ട്. പൊതുവേ പാലക്കാട് പോളിംഗ് ശതമാനം അത്തരം ഇടങ്ങളിൽ വർദ്ധിക്കുകയും UDFന് അനുകൂലമായ പഞ്ചായത്തുകളിൽ പോളിംഗ് ശതമാനം താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ബി.ജെ.പിയുടെ ഒരു കണക്ക് പറഞ്ഞത് 55,000 വോട്ട് കൃഷ്ണകുമാർ നേടും. 55,000 വോട്ട് നേടുമ്പോൾ കൃഷ്ണകുമാർ വിജയിക്കും. ഭൂരിപക്ഷം നഗരമേഖലയിൽ 8,000 മുതൽ 10,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് ബി.ജെ.പിയുടെ തന്നെ നേതൃത്വം കണക്ക് പറഞ്ഞത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിയുടെ വോട്ട് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം വരും. ഈ ബി.ജെ.പിയുടെ വോട്ട് എവിടെയാണ് പോയത്? ബി.ജെ.പിക്ക് അത്രയും കരുത്തുള്ള ഇടത്ത് ബി.ജെ.പി വോട്ട് ചെയ്തില്ല. ഒന്നുകിൽ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയുള്ള അതൃപ്തി അവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി, അല്ലെങ്കിൽ സരിൻ അപ്പുറത്ത് നിൽക്കുന്നതോടുകൂടി ചെറുപ്പക്കാരുടെ വോട്ടുകൾ അങ്ങോട്ട് പോയി. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. കൃഷ്ണകുമാറിനോട് എതിർപ്പ് നേരത്തെ മുതൽ തന്നെ അവിടെ ആളുകൾക്കുണ്ട്. പക്ഷേ പ്രാദേശികമായി അവിടെ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് കൃഷ്ണകുമാർ. അക്കാര്യത്തിലൊന്നും നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബി.ജെ.പി അവസാന ഘട്ടത്തിൽ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം ബി.ജെ.പി തന്നെ പ്രതീക്ഷിച്ചത് സന്ദീപ് വാര്യർ പോയത് അവർക്ക് നേട്ടമായി മാറും. അപ്പോൾ ജനം അങ്ങനെ ചിന്തിക്കും എന്ന് അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ പാർട്ടിയെ ചതിച്ചപ്പുറത്തേക്ക് പോയി, കോൺഗ്രസിലേക്ക് പോയി. അത് പാർട്ടിക്കാരുടെ ഒരു വികാരമാക്കി മാറ്റുന്നതിന് അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സന്ദീപ് വാര്യരെ പോലെ ഒരു നേതാവ് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തുകൊണ്ട് പോയി എന്ന്
പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തി അത് വോട്ടാക്കി മാറ്റണം. നമുക്കറിയാം പണ്ട് ഈ 57, 67, 77, അതായത് 57 EMS, 67 EMS, 77 മത്സരിക്കുമ്പോഴും 77 അദ്ദേഹം മുഖ്യമന്ത്രി, 57 EMS മുഖ്യമന്ത്രിയാകുന്നു, 67 EMS മുഖ്യമന്ത്രിയാകുന്നു, 77 EMS മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അന്ന് CPM വലിയ, അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല, വലിയ റാലികളാണ് നടത്തുന്നത്. എന്നുവെച്ചാൽ ഭയങ്കര ജനക്കൂട്ടമാണ്. ഇപ്പോൾ ഈ ജനക്കൂട്ടം കണ്ട് ആളുകൾ പറയും നമ്മൾ ജയിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു പോയി. അപ്പോൾ അതുപോലെയാണ് സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അപ്പുറത്തേക്ക് പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളിതാ വിജയിച്ചു കഴിഞ്ഞു എന്ന് BJP കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോയി. ഈ പഴയതുപോലെയല്ല. തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായി തന്നെ ജോലി ചെയ്യണം എന്നുള്ളത് നേതാക്കന്മാർ മനസ്സിലാക്കിയിരിക്കണം. അതുമാത്രമല്ല, നഗരമേഖലയിൽ ഇപ്പോൾ ഈ നഗരസഭാ ഭരണത്തെക്കുറിച്ച് അവിടെ ചില ഭിന്ന അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒക്കെ ആളുകൾക്കിടയിലുണ്ട്. അതും ഈ നഗരസഭയിൽ അതൊക്കെ ബാധിക്കും. അത്തരം നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇലക്ഷൻ വരുമ്പോൾ ആളുകൾ നോക്കിയിരിക്കും. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിയിരുന്നിട്ട് അവിടെയാണല്ലോ ജനം അത് ഉപയോഗിക്കുന്നത്. അവരുടെ വികാരം അവിടെ പ്രകടിപ്പിക്കും, എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കും. അപ്പം ഇവിടെയും സംഭവിച്ചത് ഈ നഗരസഭാ ഭരണത്തിനോടുള്ള ചേലക്കര ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പറയുന്ന കണക്കുകൾ കൃത്യമായി വരികയാണല്ലോ, അല്ലേ? അതെ. അവര് ഈ തൃക്കാക്കര തൃക്കാക്കര വിജയിച്ചു. അത് പിന്നെ അവരുടെ മണ്ഡലം തന്നെയാണ്. എന്നാലും പുതുപ്പള്ളി PT തോമസിന് കിട്ടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ കൃത്യമായി പറയുന്നൊരു കണക്കുണ്ടല്ലോ, അത് ആവർത്തിച്ചു വരികയാണ്. അത് പണ്ട് CPM അത്തരത്തിൽ കൃത്യമായ കണക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് ഈ കണക്ക് കൂട്ടി. എന്നോടൊരു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ആ കമ്മിറ്റി ചെന്നിരിക്കുക, അപ്പം എത്ര നിങ്ങളുടെ ബൂത്തിൽ എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും 100. അപ്പോൾ പുള്ളി എഴുതുമ്പം 250 അങ്ങനെ എഴുതും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ആ മണ്ഡലത്തിൽ 5000 വോട്ട് ഭൂരിപക്ഷം എന്ന് കണക്ക് കൂട്ടുമെങ്കിൽ പുള്ളി എഴുതി വരുമ്പോഴത്തേക്ക് 20,000 വോട്ടിന് പാർട്ടി ജയിക്കുമെന്നും പറഞ്ഞ് മുകളിലോട്ട് എഴുതി വിടും. അപ്പോൾ നേതാക്കന്മാർക്ക് വലിയ സന്തോഷം. ഇത് റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് സംഭവിക്കും. അല്ലാതെ ഞാൻ കേട്ടില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കണക്കഴിച്ചപ്പോൾ അവർ തിരിച്ചയച്ചു കൊടുത്തു. അതെ. അവർക്ക് പിന്നെ മനസ്സിലായി, ഇത് കളിപ്പീരാന്ന് മനസ്സിലായി. നേതാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി പണ്ട് ഇപ്പൊ BJPയും, പക്ഷേ ഈ ലോക്സഭയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ലോക്സഭ കഴിഞ്ഞപ്പോൾ CPM 13 സീറ്റിൽ പ്രവചിച്ചത്. അതെ. കമ്മിറ്റി കഴിഞ്ഞ് ഞങ്ങൾ 13 സീറ്റ് വിജയിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഈ കണക്കൂട്ടല് പാർട്ടികളുടെ കണക്കൂട്ടലൊന്നും ജനത്തിന്റെ കണക്കൂട്ടലുമായിട്ട് ചേർന്ന് പോകണമെന്നില്ല. ജനം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആരെ ജയിപ്പിക്കും. അല്ല, പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഇപ്പൊ കോൺഗ്രസ് അന്ന് പറഞ്ഞ പോലെ 20 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞ് 19 എത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു ചേർന്നു. ചേലക്കരയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പരാജയം സംഭവിച്ചത്. അവര് കണക്കൂട്ടുകൾ ശരിയാവുന്നു എന്നുള്ളതാണ്. അപ്പം എന്തായാലും അത് നമ്മൾ വയനാടും കൂടെ നോക്കണം. അവര് 5 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 3 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. അപ്പം വയനാട്ടിൽ അത് UDFന്റെ തന്നെ മണ്ഡലമാണ്. ഭൂരിപക്ഷം എത്ര എന്ന് നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.